മുംബൈ ഇന്ത്യൻസിനൊപ്പമാണ് മനീഷ് പാണ്ഡെ കളി തുടങ്ങിയത്. 2008 മുംബൈക്കായി ഒരു മത്സരം കളിച്ച മനീഷ് പാണ്ഡെ പിന്നീട് അടുത്ത സീസണിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് മാറുന്നു. 2009 2010 RCBക്കൊപ്പം കളിച്ച മനീഷ് പാണ്ഡെ RCBക്കായാണ് നേരത്തെ പറഞ്ഞതുപോലെ IPLലെ ഒരു ഇന്ത്യക്കാരൻ്റെ ചരിത്ര സെഞ്ചുറി നേടിയെടുത്തത്. 2 സീസണുകൾക്ക് ശേഷം പിന്നീട് പൂനെ വാരിയേഴ്സിലേക്ക് അദ്ദേഹം മാറുന്നു. 3 സീസൺ അവർക്കൊപ്പം കളിക്കുന്നു. 2014 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് എത്തിയ മനീഷ് 2017 വരെ ആ ടീമിനൊപ്പം തുടരുന്നുണ്ട്. പിന്നീട് സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് കൂടുമാറിയ മനീഷ് 2022 വരെ ഓറഞ്ച് പടക്കൊപ്പം തുടരുന്നു. 2022 ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പവും പിന്നീട് 2023 ഡൽഹി ക്യാപിറ്റൽസിൻ്റെയും ഭാഗമാകുന്നു. 2024 KKRലേക്ക് മനീഷ് തിരിച്ചെത്തുന്നത്. IPLൽ കൂടുതൽ മത്സരം കളിച്ച 20ാമത്തെ താരം കൂടിയാണ് അദ്ദേഹം. 175 മത്സരങ്ങളിൽ നിന്നും 3942 റൺസാണ് ഇതുവരെയും അദ്ദേഹം നേടിയിട്ടുള്ളത്. ഏതാണ്ട് 30 ശരാശരി അദ്ദേഹത്തിനുണ്ട്. വലിയ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന താരമല്ലെങ്കിലും പലതവണ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് നടത്തിക്കൊണ്ട് കൈയ്യടി നേടാൻ മനീഷ് പാണ്ഡെക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതിനൊപ്പം ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. ഡൊമസ്റ്റിക്കിലെ അദ്ദേഹത്തിൻ്റെ കർണാടകയ്ക്കൊപ്പമുള്ള പ്രകടനങ്ങൾ. പക്ഷേ IPLൽ ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന സാഹചര്യം കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും അയാൾ ഫീൽഡിങ്ങിലെങ്കിലും കാണിക്കുന്ന ഈ മിന്നലാട്ടങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെയും ഓർമ്മകളുടെ തീരങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ഇതേ മനീഷ് പാണ്ഡെ 2014-15 സീസണിൽ മുമ്പൊരിക്കൽ അഭിഷേക് നായരെ, അതായത് ഇപ്പോഴത്തെ കൊൽക്കത്തയുടെ കോച്ചായ അഭിഷേക് നായരെ ഒരു ഡൊമസ്റ്റിക് മത്സരത്തിൽ പറന്ന് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു അണ്ടർ റേറ്റഡ് ഫീൽഡർ എന്ന തരത്തിലും അദ്ദേഹത്തെ വിലയിരുത്താം.